ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ജിപ്പി ടെക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറേ ഞങ്ങൾ വിചാരിക്കുന്നു, അന്ന് ഞങ്ങൾ ഉണ്ടാക്കിയത് തക്കാളി എല്ലാം ഉണ്ടായിരുന്നു, പിന്നെ പോയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് പച്ചക്കറിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചകിരിച്ചോറുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം ചെയ്ത് കഴിഞ്ഞു. അപ്പോഴൊന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്ര നല്ല കുറേ നല്ല 20 കിലോ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു, ചകിരിച്ചോറൊക്കെ ഇട്ടിട്ട്. അപ്പോൾ കുറച്ചും കൂടി ഇടണം. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്തെന്ന് അത് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഗ്രോ ബാഗ് തികഞ്ഞില്ല, മറ്റേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞു അത്രയൊക്കെ മതി, നമുക്ക് ഇനി വേണമെങ്കിൽ മേടിക്കാലോ പറഞ്ഞോ. അപ്പോൾ ഇനി ഇതൊക്കെ നമുക്ക് വേറൊരു സൈഡിൽ കൊണ്ടേക്കണം. നമ്മൾ മണ്ണ് നടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇതിങ്ങനെ മേൽക്കിട്ടൊക്കെ നെക്കി കൊടുത്തിട്ട് നമ്മൾ മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കണം, എന്നാലും ജസ്റ്റ് ഒന്ന് കുറച്ചും കൂടി നമ്മൾ ചകിരിച്ചോറിൽ ഒരു ഇതൊക്കെ മിക്സ് ആക്കിയതാ, എന്നാലും കുറച്ചും കിട്ടണ്ടേ മതി മതി എല്ലാത്തിലും ഉണ്ട്. ഞാൻ പെട്ടെന്ന് ഇട്ട് പോകുമ്പോഴേ ആ മണ്ണ് കുറയ്ക്കണ്ടില്ല. അപ്പോൾ ഗൈസ്, നമുക്ക് 7 വിത്താണ് എടുത്തിട്ടുള്ളത്. ഏതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് 2 ബ്രിഞ്ചാൾസ് ഉണ്ട് കേട്ടോ, വഴുതനങ്ങ. ഇത് വയലറ്റ് ആണ് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ ചീര ഉണ്ടായിരുന്നു, പിന്നെ അത് ഇങ്ങനെ പറിച്ച് കളഞ്ഞതാണ്. പിന്നെ ചീര ഉണ്ട്, പിന്നെ പച്ച വഴുതനങ്ങ ഉണ്ട്, പിന്നെ വെണ്ടക്ക ഉണ്ട്, പിന്നെ നീളം പച്ചമുളകുണ്ട്, അരിമുളകുണ്ട്, കാന്താരിമുളക് എന്നൊക്കെ പറയും കേട്ടോ. പിന്നെ ഇത് ലോങ് ബീൻസ് ആണ് കേട്ടോ. ഇത് ഈ വയലറ്റ് കളറിന്, അപ്പോൾ വയലറ്റ് കളറാണ്, ഗ്രീൻ അല്ല കേട്ടോ. അപ്പോൾ ഇത്രയും നമുക്ക് സീഡ്സ് ഉള്ളത്. അപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു പാക്കറ്റിന് 30 രൂപയാണ് കേട്ടോ. ഇവിടെ മാപ്പിള സ്കൂളിൽ ഇക്കോ ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് ഈ ഗ്രോ ബാഗ് മേടിച്ചത്. ഗ്രോ ബാഗിന് 15 രൂപയുള്ളൂ. അപ്പോൾ 1 കിലോത്തിന് 20 രൂപയാണ് കേട്ടോ, മറ്റേ ചകിരിച്ചോറിന്. അപ്പോൾ നമ്മളത് 20 രൂപയാണെങ്കിൽ 5 കിലോന് 100 രൂപ അങ്ങനെ വെച്ചിട്ട് കിട്ടും. അതൊക്കെ നല്ല ലാഭമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സീഡ്സൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണതിൽ അതിന് അപ്പത്തിന് നമുക്കിത് അവിടെ കൊണ്ടുവച്ചിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് കൊണ്ടുവയ്ക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടെയാണ് വെക്കാൻ ഉദ്ദേശിച്ചുള്ളത്. അതാകുമ്പോൾ നമുക്ക് ആവശ്യത്തിൻ്റെ വെള്ളം കിട്ടും. ഈ ടാങ്കിന് ഈസി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ മറ്റേ ഇതൊക്കെ നിറച്ചതിൽ ഇങ്ങനെ വെള്ളം കൊണ്ടേ ഒഴിക്കുകയാണ്. എന്നിട്ട് നമ്മൾ വിത്ത് ഇടുന്നുള്ളൂ കേട്ടോ. എനിക്ക് ഇങ്ങനെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറേ കഴിഞ്ഞത് ഉണ്ടായിട്ടില്ലെങ്കിൽ മനുഷ്യൻ ദേഷ്യം വരും. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാനൊന്നും തോന്നില്ല, ഒന്നിനും അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഞാൻ ഒഴിച്ചു വലിയ ഉണ്ടാക്കാൻ വലിയ ഇൻട്രസ്റ്റ് കാരം ഒഴിച്ചു കൊടുക്കും കേട്ടോ. അതിൻ്റെ അടിവരെ എത്തിക്കോട്ടെ, അതിനാണ് ഓരോ ബക്കറ്റ് ഒഴിച്ചോ പറഞ്ഞതേ. അത് ലാസ്റ്റ് ഒഴിക്കാലോ, പിന്നെ മണക്കാൻ നിൽക്കണെങ്കിൽ. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ വീട്ടിലത്തെ കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ. നല്ല ഇലയാണ് ഞങ്ങൾക്ക് തരിക. അടിപൊളിയാണ് കേട്ടോ. മേലൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഈ വെള്ളം പറയും. ഞാനാണിത് കുഴിച്ചിട്ടത് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ വിത്തുകൾ ഇതാണ് കേട്ടോ. നമ്മൾ വെള്ള വഴുതനങ്ങ എടുത്തിട്ടില്ല. ഇത് പയറാണ്, ഇത് നീളം പച്ചമുളകാണ് കേട്ടോ, ഇത് അരിമുളക്, ഇത് വെണ്ടയ്ക്ക, ഇത് കരിനീല ആ വഴുതനങ്ങ, പിന്നെ അത് ചീരയാണ് കേട്ടോ. ചീരൻ്റെ വിത്താണ്. വേനൽക്കാലം ആയതുകൊണ്ട് ഇത് അത്ര ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത്രയൊന്നും ഇതാവുന്നില്ല. ഇനി ഇത് നല്ല വലുതായിട്ട് നമുക്ക് കാണാം. ബൈ ബൈ. അപ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.